അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത് ഷീലുവിന്റെ അടുത്തൊരു ഏരിയ ആണ്. ഈ ഏരിയ ആയിട്ട് ഷീലുവിന്റെ ബന്ധം എത്രത്തോളം ഉണ്ട്? ഷീലു കുക്ക് ചെയ്യാറുണ്ടോ അതോ ഷീലു ഹെൽപ്പറിന്റെ ഇടയ്ക്ക് കഴിക്കാൻ മാത്രമാണോ ഇങ്ങോട്ട് പോവാറുള്ളത്? അങ്ങനെയല്ല, അത്യാവശ്യം എല്ലാം കുക്ക് ചെയ്യാൻ അറിയാവുന്ന ആളാണ്. മടിയാണ്. അപ്പൊ അങ്ങനെ ഷീലുവിന്റെ ലോകം. അപ്പൊ ഷീലു ഫുൾ ടൈം ഒന്നും കിച്ചണിൽ ഇരിക്കുന്ന ഒരാളൊന്നും അല്ല, ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോ മൂടുള്ളപ്പോ എന്ന് വെച്ചാല് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഞാനും കൂടെ കൂടേണ്ടതായിട്ട് വരും. ഞങ്ങള് മാത്രം ഉള്ളെങ്കിൽ നമുക്കിത് ഓക്കെയാണ്, മാനേജ് ചെയ്തോളൂ. നമുക്ക് കുറച്ച് സാധനങ്ങളാണ് ഇവിടെ, അധികം എപ്പോഴും ആളില്ല. ഹസ്ബൻഡ് ബോംബെയിലാണ്. പുള്ളിക്കാരനാണെങ്കിലും ഭയങ്കര ഒരു ഹെവി ഈറ്റർ ഒന്നും അല്ല, എനിക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ മതി. പിന്നെ പിള്ളേർക്കുള്ളതാണ് മെയിൻലി, മോൾ അവിടെയാണല്ലോ. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാരും ഉണ്ട്. അപ്പോഴും ഞങ്ങൾക്ക് വളരെ ലിമിറ്റഡ്. ഗസ്റ്റ് ഒക്കെ വരുമ്പോഴാണ് ഞാനൊന്ന് കയറുന്നത്. പക്ഷെ കുട്ടികളും വീട്ടിൽ വരുമ്പോ യൂഷ്വലി എങ്ങനെ, നിങ്ങൾ വീട്ടിലെ ഭക്ഷണം തന്നെയാണോ അതോ പുറത്തുനിന്ന് വാങ്ങലാണോ? രണ്ടും ഉണ്ട്. അല്ല, വീട്ടില് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും മസ്റ്റായിട്ട് വീട്ടിൽ തന്നെ ആയിരിക്കും. ഞങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ വൈകുന്നേരമാണ്. ഒരു വൈകിട്ട് ഡിന്നർ കുറച്ച് നേരത്തെ പോയിട്ട് പുറത്തു പോയിട്ട് അത് ഫുഡ് കഴിക്കാന്നുള്ളതിനേക്കാൾ കൂടുതൽ ജസ്റ്റ് ഒരു ഔട്ടിങ് അങ്ങനെയാണ്. ലഞ്ച് എപ്പോഴും ഞങ്ങൾ വീട്ടിൽ തന്നെ കഴിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്, ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും. അതുപോലെ ഇപ്പം ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാണ്ട് വന്ന് അങ്ങനെ വന്നാൽ മാത്രമാണ് ലഞ്ചിന് ഞങ്ങൾ ഞായറാഴ്ച ദിവസം ആയിരിക്കും മിക്കവാറും ലഞ്ച് പുറത്തേക്ക് പോകും. ബാക്കി എല്ലാ ദിവസവും വീട്ടിൽ തന്നെ. ഈ നിങ്ങൾ ഹോം ഡെലിവറി എടുത്ത് കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടോ? അത് കുട്ടികള് ഫാസ്റ്റ് ഫുഡൊക്കെ അതുണ്ടല്ലേ, എനിക്ക് അതെന്തോ അത്ര ഇഷ്ടം സെറ്റ് ആവില്ല. ഞാൻ ഞാൻ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിന്റെ ആളാണ്. എനിക്ക് അതാണ് എന്റെ മെയിൻ ഫുഡ്. അപ്പൊ എനിക്ക് അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അങ്ങനെ വേണമെന്നൊന്നുമില്ല.